അവസാന ഭാഗം. മഴയായതുകൊണ്ട് തന്നെ പുറത്തുനിന്നും തുണിയെല്ലാം എടുത്ത് മടക്കി വെക്കുന്നതിനിടയിലാണ് പുറത്തൊരു വാഹനം കൊണ്ടുവന്ന് നിർത്തുന്ന ശബ്ദം അമ്പിളി കേട്ടത്. ഇവിടേക്ക് പൊതുവെ വാഹനങ്ങളൊന്നും തന്നെ വരാത്തത് കൊണ്ട് തന്നെ എന്താണെന്ന് സംശയിച്ചാണ് അവർ ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. ഒരു പോലീസ് വാഹനമാണെന്ന് കണ്ടതും അവരുടെ ഉള്ളിൽ ഒരു ഭരഞ്ഞിരുന്നു. ആദ്യം ഓർമ്മ വന്നത് അനന്തുവിനെക്കുറിച്ചാണ്. അവൻ ഇനി എന്തെങ്കിലും തെറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്ന ചിന്ത. എന്നാൽ ജീപ്പിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. മോനെ, നെഞ്ചു തകർന്നു വിളിച്ച് അവർ ഓടി അവൻ അരികിലേക്ക് ചെന്നു. ചെറുചിരിയോടെ അവൻ അവരെ നെഞ്ചിലേക്ക് ചേർത്തു. അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ഇത് അമ്മയുടെ മോനാണെന്ന്? അവൻ ചോദിച്ചു. സത്യമാണോടാ ഇത്? വിശ്വാസം വരാത്തതുപോലെ ഒരിക്കൽ കൂടി അവർ ചോദിച്ചു. സത്യമാണെന്ന്. ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഇവിടെ നിന്നും മാറി നിന്നത്. അവൾക്ക് കൊടുത്ത വാക്കായിരുന്നു അത്. അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അതെൻ്റെ മോൻ സാധിച്ചല്ലോ. അമ്മു എവിടെ? അകത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. അവൾ കോളേജിൽ പോയിരിക്കുക. കുറച്ചും കൂടി കഴിയും വരാൻ. നീ മോളെ കണ്ടോ? കണ്ണുനീർ തുടച്ച് അവർ ചോദിച്ചു. കണ്ടു. സംസാരിച്ചു. ഏതോ ഓർമ്മയിൽ അവൻ്റെ ചൊടിയിൽ ഒരു പ്രകാശം കടന്നു വന്നു. ഇനി വച്ച് താമസിപ്പിക്കേണ്ട. നമുക്ക് നാളെ തന്നെ പോകണം. അവളുടെ വീട്ടിൽ ആ കുട്ടി എന്ത് സഹിച്ചു എന്നറിയോ? പറ്റുമ്പോഴൊക്കെ സമയമുണ്ടാക്കി വരും. അമ്മുവിന് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ അടുത്തു നിന്നും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്താ പോകാറ്. എത്ര ചിരിച്ച് സംസാരിച്ചാലും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വിഷാദത്തിൽ മനസ്സിലാകും നിന്റെ സാന്നിധ്യം അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇത്രയും നിന്നെ സ്നേഹിച്ചെങ്കിൽ അത് നിന്റെ പുണ്യമാണ്. അമ്പിളി പറഞ്ഞു. അതെ, എൻ്റെ പുണ്യമാണ്. അച്ഛനും അമ്മയും ചെയ്ത പുണ്യം അവളായിട്ട് എനിക്ക് ലഭിക്കുകയായിരുന്നു. എത്രയോ വട്ടം ഞാൻ അവളെ അവഗണിച്ചിട്ടുണ്ടെന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സിലേക്കൊരു മായാജാലം തീർക്കുകയായിരുന്നു അവൾ. അവളെ ഇനി ഒറ്റയ്ക്കാക്കാൻ വയ്യമ്മേ, അമ്മ പറഞ്ഞതുപോലെ. അമ്പിളിയൊന്ന് നിറഞ്ഞു ചിരിച്ചു. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് അനന്തു വന്ന കാര്യം വിശ്വനോടും സുഭദ്രയോടും ദിവ്യ പറഞ്ഞത്. എന്നാൽ അവൻ്റെ ജോലിയെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. നീ കണ്ടോ? തളർന്ന സ്വരത്തോടെ വിശ്വൻ ചോദിച്ചു. കണ്ടു. നാളെ ഇങ്ങോട്ട് വന്ന് അച്ഛനെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വരട്ടെ, എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി എൻ്റെ മോളുടെ സങ്കടം കാണാൻ വയ്യ. അച്ഛൻ എത്ര മാറിയെന്ന് അവൾ ആ നിമിഷം ചിന്തിച്ചത്. ദീപകിൻ്റെ മുഖത്തുപോലുമുണ്ട് സന്തോഷം. ആ രാത്രിയിൽ ഉറങ്ങാൻ ഒട്ടും ബുദ്ധിമുട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം യാതൊരു വ്യാകുലതകളുമില്ലാതെ ഏറെ സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും നിദ്രയെ പുൽകാൻ അവൾക്ക് സാധിച്ചിരുന്നു. കാലത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ പടിപ്പുരയിൽ ആ പോലീസ് ജീപ്പ് ഇടം പിടിച്ചിരിക്കുന്നത് കണ്ടു. ആള് രാവിലെ തന്നെ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഹൃദയം പൊട്ടും പോലെ തോന്നി അവൾക്ക്. അല്ലെങ്കിലും ഇത് പണ്ടും അങ്ങനെയാണല്ലോ, ആ ഒരുവൻ്റെ സാന്നിധ്യത്തിൽ താനല്ലാതാവുന്നത് പോലെ. എപ്പോഴും അവൻ അരികിൽ നിൽക്കുമ്പോൾ തന്നിൽ എന്തൊക്കെയോ വികാരങ്ങൾ നിറഞ്ഞു തുളുമ്പുന്നത് പോലെ. ഇതാദ്യമല്ല ശരീരത്തിനൊരു വിറയൽ അനുഭവപ്പെടുന്നത്. ആത്മധൈര്യം വീണ്ടെടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു അമ്മയെയും ആളെയും. ആഷ് കളറിലുള്ള ഒരു ഷർട്ടാണ് വേഷം. അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു മുണ്ടും. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ആളെ ഇങ്ങനെ നാടൻ വേഷത്തിൽ കാണുന്നത്. അറിയാതെ ഒന്ന് നോക്കിപ്പോയിരുന്നു. തന്നെ കണ്ടതും ഗൗരവത്തിൽ അച്ഛനോട് എന്തോ സംസാരിച്ചുകൊണ്ട് തനിക്ക് മാത്രം കാണാൻ പാകത്തിന് കുസൃതി കണ്ണുകളിൽ ഒളിപ്പിച്ച് കണ്ണുകൾ കൊണ്ട് കുറുമ്പ് കാട്ടി. മോള് കാലത്ത് അമ്പലത്തിൽ പോയിരുന്നു? തന്നെ കണ്ടതും അമ്പിളിയമ്മ ചോദിച്ചു. ആ അമ്മേ, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കരുതി. അവൻ പറയുന്നത് ഞങ്ങൾ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. അവൻ പറയുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ടതിന് ശേഷം അമ്പലത്തിൽ വന്ന് താലികെട്ട് എന്ന്. വലിയ ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒന്നും വേണ്ട എന്ന്. എന്താണ് മോളുടെ അഭിപ്രായം? അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും അല്ലല്ലോ അമ്മ കാര്യം.
എങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ലേ. അനുവേട്ടൻ്റെ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്കും. പിന്നെ ബാക്കിയൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഇഷ്ടം. ദിവ്യ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു. ഞാനും പറയുന്നത് അതുതന്നെയാണ്. ആ അഭിപ്രായത്തെ വിശ്വനും പിന്തുണച്ചു. വെറുതെ ബന്ധുക്കാരുടെയും കൂട്ടക്കാരെയും ഒക്കെ വിളിച്ച് അവരുടെ വായിൽ നിന്നും നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയിപ്പിച്ച് ഈ ആർഭാടം കാണിക്കുന്നതിലും നല്ലത് കുട്ടികൾ പറഞ്ഞതുപോലെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. പിന്നെ ഞാനിത് പറയാതിരുന്നത്, ഇയാളിപ്പോൾ ഒരു പോലീസ് ഓഫീസറല്ലേ. അപ്പോൾ വിവാഹമെന്നൊക്കെ പറയുമ്പോൾ ആർഭാടമായി നടത്തണമെന്ന് തോന്നിയാൽ അത് ഞാൻ പറഞ്ഞാൽ മോശമാവില്ലേ? അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. മൂത്തവളെ നല്ലതായിട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ആവശ്യത്തിനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൾക്കും ഒട്ടും കുറയാൻ പാടില്ലെന്നാ എൻ്റെ താല്പര്യം. ഞങ്ങളുടെ കടയിരിക്കുന്നതിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ട്. അത് ഇവൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അവളുടെ പേരിൽ ആധാരം ചെയ്തു തരാം. അത് വേണ്ട അച്ഛാ, മറുപടി പറഞ്ഞത് ആനന്ദുവാണ്. വിഷമം വിചാരിക്കരുത്. അച്ഛൻ്റെ മകൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിന് ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല. അത് എടുത്തു പിടിച്ച് ചെയ്യുമ്പോൾ സ്ത്രീധനം തന്നെയാണ്. അവളെയാണ് ഞാൻ സ്നേഹിച്ചത്, അവളെ മാത്രം. മറ്റൊന്നും എനിക്ക് വേണ്ട. അവളെ ഇപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞയച്ചാലും സന്തോഷമേയുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ സ്ത്രീധനം അച്ഛൻ തന്നിട്ടുണ്ട്. നല്ല മനസ്സുള്ള, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു മകളെ. അങ്ങനെ ഒരു മകളെ വാർത്തെടുത്തത് അച്ഛനും അമ്മയും ചേർന്നാണ്. അതാണ് ഒരു പുരുഷന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. അതിനപ്പുറം മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ട. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഇപ്പോൾ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തതാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾക്കത് മതി. അല്ലാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് വേണ്ട. വാർദ്ധക്യകാലത്ത് നിങ്ങൾ കടക്കാറാവുന്നതിലും നല്ലത് ഞങ്ങൾ പതുക്കെ സമ്പാദിച്ചു തുടങ്ങുന്നതല്ലേ. എനിക്കും തെറ്റില്ലാത്ത ശമ്പളമുണ്ട്. അവളുടെ ആവശ്യങ്ങൾക്കുള്ളത് അവൾക്കും കിട്ടും. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകും. അന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം ആവശ്യത്തിന് മതിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും അവളെ മാത്രമാണ്. അച്ഛൻ്റെ മിഴികളിൽ ആളോടുള്ള ബഹുമാനം കണ്ടപ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നിയത്. ഒരിക്കൽ അച്ഛൻ ഈ മുറ്റത്തു നിന്നും ആട്ടിയിറക്കി വിട്ട വ്യക്തിയാണ്. ഈ നിമിഷം അച്ഛന് അമ്മായിയെയും വിവേകിനെയും ഓർത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പെണ്ണുകാണലിന് വന്നപ്പോൾ മുതൽ എണ്ണിപ്പറക്കി സ്വത്തിൻ്റെ കണക്ക് പറഞ്ഞവരാണവർ. മോൻ പറയുന്നതൊക്കെ ശരിയാണ്. എങ്കിലും അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്കും ആഗ്രഹമില്ലേ? അച്ഛൻ്റെ ആഗ്രഹം ന്യായമാണ്. അതുപോലെ തന്നെ എൻ്റെയും. അച്ഛൻ അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് കരുതിയാൽ മതി. തിരികെ അച്ഛനൊരു സമ്മാനമായി അവളത് നൽകിയിരുന്നു എന്നും. അപ്പോൾ വിഷമം തീരും. ഇനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അച്ഛന് തോന്നിയിരുന്നു. അച്ഛൻ്റെ അരികിൽ തന്നെ അഭിമാനം നിറഞ്ഞ മിഴികളോടെ എന്നെ നോക്കി അമ്മയും നിൽപ്പുണ്ട്. എൻ്റെ തിരഞ്ഞെടുക്കൽ തെറ്റായില്ലെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ഒരു മധുര പ്രതികാരം പോലെ ഞാൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞങ്ങളെ എതിർത്തവർ, ഞങ്ങളെ കുറ്റം പറഞ്ഞവർ ഇന്ന് ഞങ്ങളെ അഭിമാനത്തോടെ നോക്കുകയാണ്. അതാണ് അവർക്കെനിക്ക് കൊടുക്കാനുള്ള മറുപടി, എൻ്റെ ജീവിതം കൊണ്ടുള്ള മറുപടി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളെല്ലാം അനുവേട്ടൻ തന്നെയാണ് ശരിയാക്കിയത്. അനുവേട്ടനൊപ്പം എല്ലാ കാര്യത്തിനും അച്ഛൻ നിന്നു എന്നത് എനിക്ക് ഏറെ സന്തോഷമുണർത്തിയ ഒരു കാര്യമായിരുന്നു. അമ്പലത്തിൽ താലികെട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കമ്മിറ്റിക്കാരുമായി സംസാരിച്ച് ശരിയാക്കിയത് അച്ഛനായിരുന്നു. വിവാഹത്തിന് ബന്ധുക്കളിൽ നിന്നും ചില മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും കേസ് കഴിഞ്ഞ സമയത്ത് തന്നെ അവർ തങ്ങളെ കൈവിട്ടതാണ്. അത് സത്യമാണ്. അച്ഛൻ എല്ലാവരുടെയും യഥാർത്ഥ സ്വഭാവം അന്നാണ് മനസ്സിലാക്കിയത്. അതുവരെ സ്നേഹത്തോടെ നിലനിന്നവർ പത്രത്തിലും ടി വിയിലുമൊക്കെ തൻ്റെ ഫോട്ടോ വന്നതിന് ശേഷം കുടുംബത്തിലേക്ക് കയറാതെയായി. അവർക്ക് താൻ അവരുടെ ബന്ധുവാണെന്ന് പറയുന്നത് പോലും ഒരു നാണക്കേടായിരുന്നു. അന്നേ അവർ എഴുതി തള്ളിയതുകൊണ്ട് തന്നെ ആരുടെയും മുറുമുറുപ്പുകൾ കേട്ടില്ലെന്ന് വച്ചിരുന്നു. ദീപ്തി ചേച്ചിക്കായിരുന്നു ഏറ്റവും സന്തോഷം. ഞങ്ങൾ ഒരുമിക്കണമെന്ന് ചേച്ചി ആഗ്രഹിച്ചിരുന്നു.
പക്ഷേ അത് അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ ആയിരിക്കണമെന്നതും ചേച്ചിയുടെ ആഗ്രഹമായിരുന്നു. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തന്നെ ചേച്ചിയും ചേട്ടനും നാട്ടിൽ വന്നു. ചേട്ടൻ അനുവേട്ടനുമായി സംസാരിച്ചു. അവർ തമ്മിൽ പെട്ടെന്ന് അടുത്തുവെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിനം വന്നെത്തി. ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നാവുന്ന ദിനം. കസവ് കരയുള്ള ടിഷ്യൂ സെറ്റ് സാരിയാണ് താൻ അണിഞ്ഞിരുന്നത്. അതിന് ചേരുന്ന വാടാമുല നിറത്തിൽ ഹാൻഡ് വർക്ക് ബ്ലൗസും. ആഭരണങ്ങൾ എന്ന് പറയാൻ ഒരു പാലക്ക നെക്ലേസും അതിന് ചേരുന്ന ജിമിക്കി കമ്മലും മാത്രമായിരുന്നു. കൈകളിൽ അണിഞ്ഞത് ഗിൽറ്റുകളുള്ള ഗോൾഡൻ നിറത്തിലെ കുപ്പുകളാണ്. രജിസ്റ്ററിൽ അനുവേട്ടൻ്റെ പേരിനരികിലായി എൻ്റെ മുദ്ര പതിപ്പിക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു. ആദ്യമായി ആളെ കണ്ട നിമിഷം മുതൽ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ആളെ ഫോൺ വിളിച്ചതും താല്പര്യമില്ലാതെ സംസാരിച്ചതും ഒടുവിൽ തൻ്റെ പ്രണയത്തെ തിരിച്ചറിഞ്ഞതുമൊക്കെ ഒരു തിരശീലയിൽ എന്നതുപോലെ മനസ്സിൽ തെളിഞ്ഞു വന്നിരുന്നു. ആളുടെ സാക്ഷിയായി നിന്നത് കിരണേട്ടനാണ്. എൻ്റെ ഭാഗത്തു നിന്നും ഒപ്പിട്ടത് അഭിയേട്ടനും. അവിടെ നിന്നും നേരെ അമ്പലത്തിലേക്ക് ചെന്നു. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു പൊൻതാലി മഞ്ഞച്ചരടിൽ കോർത്ത് അനുവേട്ടൻ്റെ കഴുത്തിലേക്ക് ചാർത്തുമ്പോൾ അറിയാതെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു. നെറ്റിയിൽ ചാർത്തിയ സിന്ദൂരത്തിനപ്പോൾ കടും ചുവപ്പായിരുന്നു. നിറകണ്ണുകളോടെ ആ മുഖത്തേക്ക് നോക്കി എന്നെ നോക്കി ആൾ ഇരു കണ്ടും ചിമ്മി അടച്ചു. എല്ലാവരുടെയും മുഖത്തു നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം തന്നെ എനിക്ക് ധാരാളമായിരുന്നു. ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നും വേണ്ട. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ അനുവേട്ടൻ്റെ പാതിയാകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സ്നേഹിച്ച പുരുഷനെയും ജന്മം തന്ന മാതാപിതാക്കളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്വപ്നം സത്യമാകുന്നത്. നീതുവിനെ മാത്രമാണ് കൂട്ടുകാരായി കല്യാണത്തിന് വിളിച്ചിരുന്നത്. അവൾ ബാംഗ്ലൂരിലോ മറ്റോ പഠിക്കുകയായിരുന്നു. എന്നിട്ടും താൻ പറഞ്ഞ ഉടനെ അവധിയെടുത്ത് വന്നു പാവം. ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രണയത്തെ അടിമുടി അറിഞ്ഞവൾ അവൾ മാത്രമാണ്. അത് കഴിഞ്ഞ് കുറേ നേരം അവളോട് കുശലം ചോദിച്ചിരുന്നു. അനുവേട്ടൻ്റെ ഒപ്പം എന്നെ അയക്കുന്ന നിമിഷം അമ്മയുടെയും അച്ഛൻ്റെയും ദീപ്തി ചേച്ചിയുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് കരയാൻ തോന്നിയില്ല. കരഞ്ഞാലും അത് അഭിനയമാകുമെന്ന് തോന്നി. കാരണം താൻ എത്രയോ കാലങ്ങളായി കാത്തിരിക്കുകയാണ് ഈ ഒരു നിമിഷം. അതുകൊണ്ട് കരയാതെ ചെറുചിരിയോടെ തന്നെയാണ് താൻ അവരെ യാത്രയാക്കിയത്. വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അമ്മ വിളക്ക് നൽകി സ്വീകരിച്ചു. ഇതിനു മുൻപ് ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ വരവ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അവകാശത്തോടെ അധികാരത്തോടെ കയറി വരികയാണ്. വലംകാൽ വെച്ച് ആ വീടിൻ്റെ പടി കയറുമ്പോഴും ക്ഷേത്രം മുതൽ എന്നെ ചേർത്ത് പിടിച്ച ആളുടെ കൈച്ചൂട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവിടേക്ക് എത്തിയപ്പോൾ ഏറ്റവും സന്തോഷം അമൃതയ്ക്കായിരുന്നു. അവളോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളോട് പണ്ടാൾ എന്നെ തിരക്കിയെന്ന് കേട്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു ആദ്യം തോന്നിയത്. പിന്നീട് എപ്പോഴും അച്ഛൻ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഒന്ന് ഫോൺ തരാൻ വേണ്ടി കണ്ടതാണ് ആളുടെ തലവട്ടം. ഓടി നടക്കുകയായിരുന്നു. കിരണേട്ടനോടും മറ്റും സംസാരിച്ചുകൊണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനും ചേച്ചിയും ചേട്ടനും ദീപവും ഒക്കെ ഇവിടെ വന്നിട്ടാണ് തിരികെ പോയത്. ഒപ്പം വൈകുന്നേരം സൂരജ് ചേട്ടനും ചേച്ചിയും എത്തി. സന്തോഷം കൊണ്ട് ചേട്ടൻ അനുവേട്ടനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവർ വന്നപ്പോൾ മുതൽ സദ്യ നൽകാനും മറ്റുമായി ആൾ തിരക്കിലാണ്. കാറ്ററിംഗ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ചെറിയ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ആളെ കാണാൻ തന്നെ കിട്ടിയില്ല എന്നതാണ് സത്യം. ഇതിനിടയിൽ അമ്മ വന്ന് കുളിച്ചു വാരാനും പറഞ്ഞു. സാരിയൊക്കെ മാറ്റി ഒരു കോട്ടൺ ചുരിദാർ അണിഞ്ഞ് ഞാൻ അടുക്കളയിൽ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ച ആളും വരുന്നുണ്ട്. തന്നെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ ആളകത്തേക്ക് കയറി. ആൾ വന്നതോടെ ആ വൈകുന്നേരം മനോഹരമായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. ഒരു വിവാഹം നടന്ന വീടാണെന്ന തിരക്കുകൾ ഒന്നുമില്ലാതെ ഒരു സാധാരണ വൈകുന്നേരം കടന്നുപോയി. രാത്രിയായപ്പോഴാണ് കാൽവിരലിലേക്ക് പരിഭ്രമം ഓടിക്കയറിയത്. ആദ്യ രാത്രി. ഏതൊരു പെണ്ണും സ്വപ്നങ്ങളോടും പ്രതീക്ഷയോടും കടന്നു ചെല്ലേണ്ട ദിനം. സന്തോഷം കൊണ്ട് ഉള്ളു പൊട്ടുകയാണ്. എങ്കിലും എന്തോ ഒരു ഭയം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഏതോ പുതുമണിവാട്ടിയുടെയും പരിഭ്രമമാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അമ്മ തന്നെയാണ് പാൽ ഗ്ലാസ് കയ്യിൽ തന്ന മുറിയിലേക്ക് പോകാൻ പറഞ്ഞത്. മുറിയിലേക്ക് ചെന്നപ്പോൾ ആൾ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. സംസാരത്തിൽ നിന്നും അത് സ്റ്റേഷനിലെ ആരോടോ ആണെന്ന് മനസ്സിലായി. ലീവിൻ്റെ കാര്യവും അടുത്തയാഴ്ച വരുന്നുണ്ടെന്ന കാര്യവും ഒക്കെ പറയുന്നത് കേട്ടു. ഫാമിലി ക്വാർട്ടേഴ്സ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായിരുന്നു. അല്ലെങ്കിലും ഇനി താൻ ആൾ ഇല്ലാതെ ആള് പോവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പെട്ടെന്ന് ഫോൺ വെച്ചതും തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. തനിക്ക് മാത്രം പരിചിതമായ കുസൃതിയോടെ ആൾ അരികിലെത്തി. പടർത്തി തൊട്ടിരിക്കുന്ന സിന്ദൂരത്തിലാണ് അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. സ്വതവേ ചുവന്ന അവളുടെ മുഖം സിന്ദൂര ചുവപ്പ് കൂടി എത്തിയതോടെ തുടുത്തുപോയതായി അവന് തോന്നി. തൻ്റെ ആത്മാവിനെ സ്നേഹത്താക്കോലാൽ കെട്ടിയിട്ടവൾ. തന്നിലേക്ക് ആവേശിച്ച പ്രണയാത്മാവ്. സ്നേഹത്തിൽ തന്നെ കുരുക്കി അവളുടെ മാന്ത്രിക ശക്തി. പോയ വർഷങ്ങളിലൊക്കെ പല ഒരു മനസ്സിൽ തെളിഞ്ഞ സുന്ദര നിമിഷമാണിത്. തൻ്റെ പ്രണയത്തിൻ്റെ മേൽവിലാസം തേടിയെത്തിയ അവളുടെ ഹൃദയം ഔദ്യോഗികമായി താൻ ഒപ്പിട്ട് കൈപ്പറ്റിയ സുദിനം. അവൻ തന്നെയാണ് പോയി മുറിയടച്ചത്. ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി അതിൽ പകുതി കുടിച്ചു. ശേഷം അവൾക്ക് നേരെ നീട്ടി. ചിരിയോടെ അത് വാങ്ങി അവളും കുടിച്ചു. കുറച്ച് കുടിച്ച് മേശപ്പുറത്തേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെയാണ് തടഞ്ഞത്. അത് മുഴുവൻ കുടിക്കാൻ.
വേണ്ടന് വേട്ട, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ. കുടിക്കടി, നീ ഒരുപാട് ക്ഷീണിച്ചു. നമ്മൾ എന്തോരം അലഞ്ഞതാ ഈ ഒരു ദിവസത്തിന് വേണ്ടി. പിന്നെ എതിർക്കാൻ തോന്നിയില്ല. അത് മുഴുവൻ കുടിച്ചു. കുറച്ചു സമയം ഒന്നും പറയാതെ മിഴികൾ തമ്മിൽ കോർത്തു. മായ്ക്കാനും മറയ്ക്കാനും കഴിയാത്ത മിഴികൾ. സിരകളിൽ ഒഴുകുന്ന രക്തം പോലും അവനോടുള്ള പ്രണയമാണ്. ഉള്ളിലെ പ്രണയം ഉറവ പൊട്ടി പുറത്തു വരുമെന്ന് തോന്നിയപ്പോൾ അവൾ നോട്ടം മാറ്റി. ഇവിടേക്ക് വരുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും എളുപ്പം നീ എൻ്റെ സ്വന്തമാകുമെന്ന്. നിന്റെ അച്ഛൻ എതിർക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഈ വരവിൽ, തിരികെയുള്ള യാത്രയിൽ നീ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. നീയാണ് എന്നെ ഞാനാക്കിയത്. നീയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. അവളുടെ കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു. ഇനി അത് പറയല്ലേ അനുവേട്ട. ഞാൻ പറഞ്ഞില്ലേ, അത് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ തോന്നും. അനുവേട്ടൻ്റെ ആഗ്രഹമായിരുന്നില്ലേ? അവൾ ചോദിച്ചു. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. എനിക്കതൊരാഗ്രഹമായിട്ട് മനസ്സിൽ തോന്നിയത് ഹരിതയില്ലേ, അവൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടാണ്. അവൾ കല്യാണം കഴിച്ചത് ഒരു കോൺസ്റ്റബിളിനെയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു വാശി, അവളുടെ ഭർത്താവിനെ കൊണ്ട് എന്നെ സല്യൂട്ട് ചെയ്യിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ മോഹം കയറിയത്. ഓഹോ, അപ്പം ഹരിതേച്ചിയുടെ മുൻപിൽ ആളാവാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ അല്ലേ? പെട്ടെന്ന് അവൾ ആ പഴയ 18-കാരിയായി. വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിഭവം, കുശുമ്പ് നിറഞ്ഞ മുഖം. അവന് ചിരി വന്നുപോയിരുന്നു. അത് അന്നത്തെ കാരണമായിരുന്നു. നെഞ്ചിൽ ചേർത്ത കയ്യാലെ അവളെ തന്നോട് ചേർത്തവൻ പറഞ്ഞു. പക്ഷേ ഹരിതയുടെ മുൻപിൽ ഞാൻ എപ്പോഴോ ജയിച്ചു. എല്ലാം കൊണ്ടും അവളേക്കാൾ ഒരു 100 ഇരട്ടി നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടി. ഇപ്പോൾ എനിക്ക് അവളോട് ഒരു പരിഭവവുമില്ല. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതുകൊണ്ടല്ലേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ഇല്ലെങ്കിൽ ഈ അമൂല്യമായ നിധി എനിക്ക് നഷ്ടമാകുമായിരുന്നില്ലേ? എന്നെ നീ എന്ത് സ്നേഹിച്ചു? നിന്റെ ജീവനിലധികം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനുവേട്ട. ആർദ്രമായി അവൻ്റെ കവിളിൽ അവൾ തലോടി. ആ നിമിഷം തന്നെ ഇടുപ്പിൽ ചേർത്തവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി. പരിഭ്രമം നിറഞ്ഞ അവളുടെ മിഴികളിൽ അവന് മനസ്സിലാകുമായിരുന്നു അവളുടെ ഭയം. എന്തിനാ പേടി? പേടിക്കണ്ട, ഞാനല്ലേ, നിന്റെ മാത്രം അനുവേട്ടനല്ലേ? അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. ആ കണ്ണുകളിൽ അവൾക്ക് അപരിചിതമായ ഭാവം. ശ്രുതിയോ കുറുമ്പോ പ്രണയമോ രതിയോ എന്ന് വിവേചിച്ചറിയാത്ത ഭാവം. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നവൾ. അവളെ കൈകളിൽ കോരിയെടുത്തവൻ കട്ടിലേക്ക് കിടത്തി. ഇന്നത്തെ ഈ രാത്രി ഞാൻ ഉറങ്ങില്ല. എനിക്ക് നിന്നെ കാണണം, കണ്ണു നിറച്ച്. 7 ജന്മങ്ങളിലും ആരാലും വായിക്കാൻ കഴിയാത്തതുപോലെ ഈ മുഖം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിവെക്കണം. അവളുടെ കുഞ്ഞുമുഖം കൈക്കൊമ്പിളിലെടുത്തവൻ പറഞ്ഞു. അവൻ്റെ വിരലുകൾ ആ കുഞ്ഞുമുഖത്തെ തഴുകി. ആ വിരലുകൾ അവളുടെ അധരങ്ങളിൽ അഭയം തേടി. അവിടെയൊന്ന് നേർമയായി തലോടി തിരിച്ചുപോയി. പിന്നെ ആ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ടൊരു കടൽ തന്നെ തീർത്തവൻ. പ്രണയം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. പിന്നെ പതിയെ ആ പ്രണയത്തിന് ചൂട് പിടിച്ചു. അതിൽ അഗ്നിയാളി. പ്രണയം മറ്റേതോ വികാരങ്ങൾക്ക് വഴിമാറി. ലാസ്യവും രതിയുമായ നിരവധി ഭാവങ്ങൾ അവൻ്റെ മുഖത്ത് മിന്നിമാഞ്ഞ നിമിഷം. അവൾ ഒരു വാഗ പോലെ ചുവന്നു പോയിരുന്നു. ഇരുവരുടെയും ഉടലിലും ഉയിരിലും പ്രണയത്തിൻ്റെ അഗ്നിയാളി. തനിവിൽ പടർന്ന അവൻ്റെ ചുണ്ടിൽ അവൾ പുതുവികാരങ്ങൾ അറിഞ്ഞു. സുഖനോവുകൾക്കിടയിൽ ഉയർച്ച താഴ്ചകളുടെ വേലിയേറ്റങ്ങൾ വികാരത്തെ ഉച്ചസ്ഥായിയിൽ എത്തിച്ച നിമിഷം. തൻ്റെ പ്രണയം അവൻ അവളിലേക്ക് പകർന്നു, ഒട്ടും നൊമ്പരപ്പെടുത്താതെ. പ്രണയവേഴ്ചയുടെ മനോഹരമായ നിമിഷങ്ങൾക്ക് ബാക്കിപത്രമായി അവൻ്റെ മാറിൽ ചാഞ്ഞു കിടന്നവളെ അവനൊരു കൈയാൽ തലോടുന്നുണ്ടായിരുന്നു. തൻ്റെ ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ രാഗം നിറച്ചു തന്നവളെ ഒരാരാധനയോടെ അവൻ നോക്കി. പിന്നെ ഒരിക്കൽ കൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി. എത്ര സ്നേഹിച്ചാലും മതി വരില്ല എന്നതുപോലെ അവസാനിച്ചു. ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കഥയെക്കുറിച്ച് ഒരു വാക്ക് കുറിക്കാൻ മറക്കല്ലേ.